ഹായ്, വെൽക്കം ടു എക്സ് ബ്രൈറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫീസ് 365 തന്നെ വന്ന പുതിയൊരു ഫംഗ്ഷനാണ് ഫിൽട്ടർ. ഈ ഫിൽട്ടർ എന്ന ഫംഗ്ഷന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മളെ ലുക്കപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ലുക്കപ്പിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ഫംഗ്ഷനാണ് ഈ പുതിയ ഫംഗ്ഷൻ ഫിൽട്ടർ. അപ്പോൾ ഞാൻ ആദ്യം ഫംഗ്ഷൻ ഒന്ന് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇത് ഫോമുല വരുന്നത് അരേ റേഞ്ച്, മൊത്തമുള്ള റേഞ്ച്, നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ഏരിയ ഏതാണോ അത്, പിന്നെ ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ആ കണ്ടീഷൻ, നമുക്ക് എന്താണോ കണ്ടീഷൻ കൊടുക്കേണ്ടത് അത്, പിന്നെ ഈഫ് എം ടി എന്ന് പറയുന്നത് എറർ വന്നാൽ, അതായത് ആ ഡാറ്റ ഫിൽട്ടർ ചെയ്യുന്ന സെലക്ട് ചെയ്ത റേഞ്ചിൽ ഈ ഡാറ്റ ഇല്ലെങ്കിൽ എന്താണ് വരുന്നത്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് എന്ന് പറയുന്ന സെക്കൻഡ് പാരാമീറ്ററിലാണ് നമുക്ക് കണ്ടീഷൻസ് കൊടുക്കേണ്ടത്. അരേ റിട്ടേൺസ് ലോജിക്കൽ ടെസ്റ്റ്, ഏത് കണ്ടീഷനാണോ വേണ്ടത് അത് കൊടുത്തിട്ട് നമുക്ക് അതിന് ആ കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട്. പിന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള റേഞ്ച്, അതായത് അരേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡാറ്റാബേസ് ആണോ വേണ്ട ആ ഡാറ്റാബേസ് മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം ആ മൊത്തത്തിലാണ് ഡാറ്റ വരുന്നത്. എല്ലാ കോളവും വന്നിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഒരു ഏരിയയിലേക്ക് ഫിൽട്ടർ ചെയ്ത്, മെയിനായിട്ട് ഡാഷ്ബോർഡിനോ ഇതിനൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഡാറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകളെ പേരുണ്ട്, കൺട്രി, ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഒരു എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ഫിൽറ്ററിങ് ഓപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നെയിം കാണാം, അതുപോലെ കൺട്രി കാണാം, പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് കാണാം, പിന്നെ സെയിൽ, എമൗണ്ട്. ജസ്റ്റ് എക്സാമ്പിളിന് ഇട്ടതാണ്. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ ഞാൻ സെയിം ഹെഡ് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫോമുല ടൈപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ആദ്യം ഒന്ന് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഫിൽറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം, ഫിൽറ്റർ. അപ്പോൾ നിങ്ങൾ കാണാം അരേ എന്ന് കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് ഫുള്ള് ഏരിയ സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്യുന്ന ഏരിയ മൊത്തത്തിലാണ് ഇവിടേക്ക് വരിക. അതിനുശേഷം ഇൻക്ലൂഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടീഷനാണോ കൊടുക്കേണ്ടത് ആ കണ്ടീഷൻസ്. ഇപ്പം ഞാൻ കൺട്രി എന്നുള്ള കണ്ടീഷനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈക്വൽ ടു ഏത് ആണോ ഫിൽട്ടർ ചെയ്ത് വരേണ്ടത്. ഇതിലിപ്പോൾ റീറ്റെയിൽ ഉണ്ട്, വെബ് ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം വെബ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എനിക്ക് വെബിൻ്റെ ഡാറ്റയാണ് ഫിൽട്ടർ ചെയ്ത് വരേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡാറ്റ എല്ലാ കോളത്തിലേക്കും സ്പില്ല് ചെയ്തിട്ട് ഫുൾ ഇൻഫർമേഷൻ ഇവിടേക്ക് പിക്ക് ചെയ്തതായിട്ട് കാണാം. ഇതാണ് ഫോമുല. ഞാൻ ഈ സൈഡിൽ ഇതിൻ്റെ ഫോമുല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫോമുല വരുന്നത്. ഇത് വളരെ പവർഫുള്ളാണ്. ഇനി അടുത്ത എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടിയും പല കാര്യത്തിനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നമ്പർ കണ്ടീഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പേജിലേക്ക് വരികയാണ്. സെയിം ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫിൽറ്റർ, റേഞ്ച് സെലക്ട് ചെയ്യുന്ന ഫുൾ റേഞ്ച്. ഇതിൽ ഞാൻ ഈ കോളം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാനിവിടെ ലെസ് ദാനോ ഗ്രേറ്റർ ദാൻ 10,000 എന്തെങ്കിലും കൊടുക്കാം. 45,000 കൊടുക്കുന്നത്, 45,000. ഓക്കെ, അതാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന എൻ്റർ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 45,000 മുകളിലുള്ള മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചിതാ എക്സാമ്പിളിന് വേറെ രീതിയിലിടാം. ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഇട്ടുള്ളൂ. ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് നോക്കാം. കണ്ടോ, ഫുൾ ഫോമുല ഇങ്ങോട്ടേക്ക് വന്നു. ഇത്രയും ഡാറ്റ എടുത്തു. ഫോമുല ഇവിടെ ഉണ്ട് കേട്ടോ. എങ്കിൽ ഈ സൈഡിൽ ഫോമുല കാണാം എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് പോകാം. ഇനി നമുക്ക് പോകുന്നത് 2 കണ്ടീഷനാണ്. 2 കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ ഞാൻ 2 കണ്ടീഷന് വേണ്ടിയിട്ട് 2 കോളത്തിലെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കോളത്തിലെ കൺട്രി, ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആ 2 കണ്ടീഷൻ ഒന്നിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെയിം തന്നെ ഫിൽട്ടർ എന്ന് ടൈപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ എടുക്കുന്ന ഇത് റേഞ്ച് സെലക്ട്, സെയിം രീതി തന്നെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഈ കോളം സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ UK എന്നുള്ളത് ഈ ഫിൽറ്ററിങ് സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നേരം നമ്മൾ മൾട്ടിപ്പിൾ സൈനായ സ്റ്റാർ മാർക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെയും ബ്രാക്കറ്റ് വേണം. ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈക്വൽ ടു ഇതിൻ്റെ തൊട്ട് താഴത്തെ സെല്ലിലാട്ടോ ഞാനത് ഫിൽറ്റർ ചെയ്ത് അത്
ഇവിടേക്ക് ഫോർമുല സ്പ്രെഡ് ആയതുകൊണ്ട് കാണാതിരിക്കുകയാണ്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നു. സി, വളരെ സിമ്പിളായിട്ട് ഡാറ്റ ഈ 2 കണ്ടീഷൻ വെച്ചിട്ടാണ്, അതായത് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതിനാണ് നമ്മൾ സ്റ്റാർ സൈൻ ഇട്ടത്, മൾട്ടിപ്പിൾ സൈൻ ഇട്ടിരിക്കുന്നത്. കാരണം ഈ UK ആവണം, റീറ്റെയിലും ആവണം. ഇനി നമ്മളിവിടെ ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം വന്നിട്ടുണ്ട് റീറ്റെയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇനി നമ്മൾ വേറെ US എടുക്കുകയാണ്. US എടുക്കുന്നതിന് ഒന്നേ ഉള്ളൂ. ഇനി റീറ്റെയിൽ മാറ്റിയിട്ട് നമ്മൾ വെബ്സൈറ്റിലൊന്ന് നോക്കുകയാണെങ്കിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ എറർ ഇത് വന്ന്, കാരണം എന്താ വെച്ചാൽ ഹോൾസെയിൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഡാറ്റ ഇതിലില്ല. അതായത് US ഹോൾസെയിലും US വെബാണുള്ളത് ഇവിടെ, പിന്നെ US വെബ് തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. ഈ എറർ നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ ശേഷം നമുക്കൊരു ഫംഗ്ഷനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, if empty എന്നുള്ളത്. അത് നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഫോർമുല ഡിസ്റ്റർബ് ആവാതിരിക്കാൻ നമുക്ക് നോട്ട് ഫണ്ടെന്നോ എന്ത് വേണമെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഈ കമൻറ്റ് യൂസ് ചെയ്യാം. ഈ സന്ദർഭത്തിലാണ് നമുക്ക് if empty എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ഇല്ലെങ്കിൽ, ഫിൽറ്റർ ചെയ്യാൻ ഡാറ്റ ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ കമൻറ്റ് യൂസ് ചെയ്യാം. ഇവിടെ വേണ്ട വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ, അതായത് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട്, അതായത് 2 കണ്ടീഷൻ ഒന്നിച്ച് വെച്ചിട്ട് ഇനി നമ്മൾ നോക്കുന്നത് ഓർ കണ്ടീഷൻ, അതായത് 2ൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ പിക്ക് ചെയ്യുന്ന രീതിയിൽ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഫിൽറ്റർ ഫംഗ്ഷന് എടുക്കുന്ന ഡാറ്റ റേഞ്ച് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട റേഞ്ച് ആദ്യം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇത് കൊടുക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാക്കറ്റ് വേണം, ബ്രാക്കറ്റ്. ഓക്കെ, അത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഓർ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൈനാണ് പ്ലസ് സൈന്. ഓക്കെ, പ്ലസ് സൈൻ യൂസ് ചെയ്യുന്നത് നമ്മൾ റീറ്റെയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുന്നു, ഇവിടെ വരുന്നു, ഇവിടെയും ബ്രാക്കറ്റ് വേണം. അതിനുശേഷം നമ്മൾ ഈക്വൽ സൈൻ പ്രസ് ചെയ്തിട്ട്, ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഫിൽറ്ററിങ് വെച്ചത്, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റ് എൻ്റർ അടിക്കും. 2ൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് ഇവിടെ റീറ്റെയിലോ അല്ലെങ്കിൽ UK ഒന്നെങ്കിൽ ഇവിടെ റീറ്റെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പുറത്ത് UK ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പം നമുക്ക് വേറെ ഏതെങ്കിലും നോക്കണമെങ്കിൽ ഇതാ കണ്ടോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ നമുക്ക് പിക്ക് ചെയ്യും. ഓക്കെ, ഇതാ ഫോർമുല ഈ സൈഡിലുണ്ട്, ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറയാം. സെയിം വേ തന്നെ നമ്മൾ ഇവിടെ ഞാൻ ഓൾറെഡി ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടാബിളാണ്, ഒരു ടാബിളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ടാബിൾ ഡിസൈൻ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ടാബിൾ 1 എന്നുള്ള നെയിമാണുള്ളത്. അപ്പോൾ നമ്മൾ ടാബിളിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ ഫിൽറ്റർ ടൈപ്പ് ചെയ്യുന്നു, ഫോർമുല ഫിൽറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാബിൾ ആകുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഈ കോർണറിൽ ഈ രീതിയിലുള്ള ആരോ വരും. ആ സമയത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടാബിൾ സെലക്റ്റായി. അതിന് ശേഷം നമ്മൾ എന്താണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കേണ്ടത് അതിതാ ഈ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോ വരും. ആ സമയത്ത് ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ടു ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എംറ്റിൻ്റെ ആവശ്യമില്ല, എംറ്റി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഇങ്ങനെ അടുത്തത് എടുക്കുകയാണ്. ഒരു കണ്ടീഷൻ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, 2 കൊടുക്കണമെങ്കിൽ 2, 3 ഒക്കെ കൊടുക്കാം കേട്ടോ, ഈ രീതിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ US ഇട്ട് ഇവിടെ ഞാനൊരു പുതിയ ഡാറ്റ ടൈപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരാൾ പേര് ചാർലി US ടൈപ്പ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡാറ്റ വന്നത് കാണാം ഈ സൈഡിൽ. വെബ് ആയിരിക്കട്ടെ, വെബ് ഒരു 4500. സി, അപ്പോൾ ഈ ടാബിൾ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഡാറ്റ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്, നമ്മുടെ ടാബിൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇവിടെ ഫിൽറ്ററായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്യും. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മാറി മാറി വരികയും ചെയ്യും. ഈ രീതിയിൽ ലിസ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമ്മൾ അടുത്തതിൽ ഞാൻ നോക്കുന്നത് 2 ഫംഗ്ഷൻ ഒന്നിച്ച് വരുന്നതാണ്. അത് സോർട്ടിങ്ങും കൂടിയും, സോർട്ട് എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി വന്നിട്ടുണ്ട് ഓഫീസ് 365. അതും പുതിയ ഫംഗ്ഷൻ തന്നെയാണ്. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫിൽറ്റർ തന്നെ ചെയ്യാം. ഫിൽറ്റർ, ഓക്കെ, ഫിൽറ്റർ ചെയ്തതിന് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇത് ഞാൻ
ഇത് ടാബിൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ടാബിൾ തന്നെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ടാബിൾ സെലക്ട് ചെയ്ത് അതിന് ശേഷം നമ്മളെ കണ്ടീഷന് കൺട്രിയാണ് ക്ലിക്ക് ചെയ്യുന്നു. ഈക്വൽ ടു US, അതായത് ഈ സെല്ല്. അതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡാറ്റ വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സോർട്ടിംഗ് എന്നൊരു ഓപ്ഷൻ കൂടി ഉൾപ്പെടുത്താൻ പോകുക. നമ്മൾ ഏത് ഡാറ്റ വെച്ചിട്ടും നമ്മൾ സോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നത് 32, 17, 24, 5 ആ രീതിയിലാണ് വന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ സോർട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടിയും സോർട്ടിൻ്റെ ഫംഗ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ ഈ രീതിയിലാണ് വരുന്നത്. എന്നിട്ട് ഇൻഡെക്സ് കോളാണ് വരുന്നത്. അത് എത്രാമത്തെ കോളം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ 1, 2, 3, 4 നാലാമത്തെ കോളം വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. കാരണം നമ്പർ വെച്ചിട്ട്, എമൗണ്ട് വെച്ചിട്ട്. അസെൻഡിങ് ഓർഡറിലാണ് വന്നത്. 5,000, 17,800, 24, 300 ആ രീതിയിൽ വന്ന്. ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യ. ഒക്കെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് ഡിസെൻഡിങ് ഓർഡറിലാക്കാം. ഈ കോളം വെച്ചിട്ടാക്കാം, ഏത് കോളം വെച്ചിട്ടും നമുക്ക് ഈ സോർട്ട് ഫംഗ്ഷനും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ മറ്റൊരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഈ സബ് ടോട്ടലിംഗ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഫിൽറ്ററിങ് തന്നെ ഈസി വേ ഒന്നുമില്ല, പക്ഷേ ഞാനൊരു വളഞ്ഞ വഴി ഇവിടെ ഞാൻ ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം പറയാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു സമ്മീഫ് ഫംഗ്ഷൻ എടുത്തിട്ടതാണ്, ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. ഇവിടെ ഒരു സമ്മീഫ് ഫംഗ്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു, നിങ്ങൾ കാണാതെ. ഓക്കെ, എന്നിട്ട് ഇതും കൂടിയും ഈ ടോട്ടലും കൂടി ഈ കണ്ടീഷനിൽ ഉൾപ്പെടുത്തി, എന്നിട്ട് ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് അതും കൂടിയും അതിലേക്ക് ഓട്ടോമാറ്റിക് എത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ നമ്മളെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇല്ലേ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടീഷണൽ ഫോർമാറ്റിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, വാല്യൂ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എന്താവണം എന്നുള്ള രീതിയിൽ ഇവിടെ ഫോർമാറ്റ് സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ബോൾഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ടോട്ടലും എന്ത് ചെയ്ത് ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോയിട്ട് കണ്ടെയ്ൻസ് എന്നുള്ളത്, ടെക്സ്റ്റ് കണ്ടെയ്ൻസ് എന്നുള്ളടുത്തത് ടോട്ടൽ എന്ന് വരുന്ന സംഭവം വരികയാണെങ്കിൽ ഞാൻ ബോൾഡാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ആ ഫോമിൽ ഇവിടെ നോക്കാം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം ഞാൻ ഒന്നും വരുന്നില്ല ഈ രണ്ട് സെല്ലിൽ. ആക്ച്വലി ഇത് ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ടൊരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അത് ബ്ലാങ്ക് ആക്കി കഴിഞ്ഞതാണ്. നേരെ മറിച്ച് ഇവിടെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ 0 ഇവിടെ വരും. അതുകൊണ്ട് ഞാനൊരു സ്പേസ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഈ വാല്യൂ നമുക്ക് കാണേണ്ടതെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് വൈറ്റ് ആക്കി. അപ്പോൾ എന്തായി, നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇതിൽ ഡാറ്റ ഉണ്ടെന്നുള്ളത്. പക്ഷേ നമുക്കിവിടെ സബ് ടോട്ടലിങ് ഈസി ആയിട്ട് ഇതിൻ്റെ ഡാറ്റയും വരും. അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു സെറ്റപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫിൽറ്ററിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.